വളരെ ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് ഒരു മുൻനിരയിലേക്ക് എത്തിയ ഒരു സംവിധായകനാണ് ലോകേഷ് കനകരാജ്. അപ്പോൾ വളരെ പ്രതീക്ഷകളോടുകൂടി വന്ന കൂലി, പക്ഷേ കുറച്ച് പ്രശ്നമൊക്കെയായി. ലോകേഷിന് കുറേ ചീത്തപ്പേരൊക്കെ ആയി എന്ന് പറയാം. ഇപ്പം എന്തായാലും ലോകേഷ് ഇത്തിരി സൈലൻ്റ് ആയിരുന്നു കുറേ കാലം. ഇപ്പോൾ ലോകേഷ് നായകനായിട്ട് ഒരു സിനിമയിലൂടെ വരികയാണ്. DC എന്ന് പറയുന്ന ഒരു സിനിമയുടെ ടീസറൊക്കെ ഇപ്പോൾ റിലീസായി. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കൂലി എന്ന് പറയുന്ന ഒരു സിനിമ വളരെ ഹൈപ്പിലാണ് വന്നത്. എനിക്ക് തോന്നുന്നു ലോകേഷിൻ്റെ അതുവരെയുള്ള സിനിമകളൊക്കെ കൂടുതൽ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വന്ന ഒരു സിനിമയാണ്. രജനീകാന്തിൻ്റെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വന്ന ഒരു സിനിമ തന്നെയാണ് തോന്നുന്നത് കൂലി. അതോ ഇന്ദ്രൻ്റെ സെക്കൻഡ് പാർട്ടും നല്ല ബഡ്ജറ്റായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ അത്ര അധികം ആർട്ടിസ്റ്റുകൾ, നമുക്കറിയാം ആമിർ ഖാനും നാഗാർജുനയും ഒക്കെ എല്ലാവരും അഭിനയിക്കുന്ന ഒരു സിനിമ എന്ന രീതിയിൽ അതിന് ഭയങ്കര ഹൈപ്പായിരുന്നു. നല്ല ഇനീഷ്യൽ വന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ആ സിനിമ പ്രതീക്ഷ പോലത്തെ ഒരു ഇതിലേക്ക് എത്തിയില്ല, റിസൾട്ട് കിട്ടിയില്ല ഒരു സിനിമയ്ക്ക്. അതിനൊരു പരാജയം തന്നെയായിരുന്നു ആ ഒരു സിനിമയ്ക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് ലോകേഷ് ആ ഒരു സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് കുറേ അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. കാരണം കൈദി 2, അതായത് കൂലി ഈ പറയുന്ന ഓഗസ്റ്റിലാണ് റിലീസായത്. ഇപ്പോൾ കൈദി 2 ഫെബ്രുവരിയിൽ തുടങ്ങുന്നു. ഈ വർഷം 2026 ഫെബ്രുവരിയിൽ തുടങ്ങുന്നു. പിന്നെ അതുപോലെ തന്നെ വേറെ എനിക്ക് തോന്നുന്നു വേറെ കുറച്ച് സിനിമകളൊക്കെ ലോകേഷ് പ്ലാൻ ചെയ്തിരുന്നു. നമ്മുടെ റോളക്സിൻ്റെ ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ പ്ലാൻ ചെയ്തിരുന്നു. കുറച്ച് പ്ലാനിങ്സ് ലോകേഷിന് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റ്സ് ഒന്നും ഇപ്പോൾ നമ്മളങ്ങനെ കേൾക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ലോകേഷിൻ്റെ DC എന്ന് പറയുന്ന സിനിമയിലൂടെ ലോകേഷ് നായകനായിട്ട് വരുന്ന ഒരു ഇതൊക്കെ നമ്മൾ അനൗൺസ്മെൻറ്റ് കേട്ടു. ഇപ്പോൾ അതിൻ്റെ ഒരു ടീസറും റിലീസായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് അരുൺ മാതേശ്വരൻ. നമുക്കറിയാം ഇപ്പോൾ ലാസ്റ്റ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ ധനുഷിൻ്റെ, അതൊരു ശിവരാജ് കുമാറൊക്കെ അഭിനയിച്ച ഒരു സിനിമ, അത്യാവശ്യം നല്ല ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു അത്. അതിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ആ ഒരു സിനിമ ഇപ്പോൾ ലോകേഷിൻ്റെ ഒരു ടീസറൊക്കെ റിലീസായിരിക്കുന്നത്. പക്ഷേ ആ ഒരു ടീസർ റിലീസായപ്പോഴും കുറേ ട്രോളുകൾ വീണ്ടും വന്നിട്ടുണ്ട്. അതായത് അതിൽ നമുക്കറിയാം ലോകേഷിൻ്റെ തന്നെ സിനിമകളിലെ ചില കഥാപാത്രങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മേക്ക് ഓവർ കാര്യങ്ങൾ, കുറേ വയലൻസും ബ്ലഡും ഒക്കെ ചേർത്തിട്ടുള്ള ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മാസ്റ്ററുള്ള വിജയ് സേതുപതിയുടെ ക്യാരക്ടർ അതുമായിട്ടൊക്കെ ഒരു കണക്റ്റഡ്. അപ്പോൾ ലോകേഷ് അത് ലോകേഷിന് പറ്റുന്ന പണിയല്ല, അല്ലെങ്കിൽ ലോകേഷ് അതിൽ ആപ്റ്റല്ല, ഒരു മിസ്കാസ്റ്റ് ആവുന്ന രീതിയിൽ ചർച്ചകൾ കേൾക്കുന്നുണ്ട്. എന്നാൽ വേറെ രീതിയിൽ ലോകേഷിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുകൾ പോസ്റ്റുകളുണ്ട്. അതായത് ലോകേഷ് ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല അങ്ങനെ ത്രൂ ഔട്ട് റോളൊക്കെ. നമുക്ക് മാസ്റ്ററിൽ ഒരു ചെറിയൊരു വേഷം, പിന്നെ ഈ അടുത്ത് വേറെ ഒരു സിനിമയിലൊക്കെ ചെറിയ ക്യാമിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രുതി ഹാസൻ്റെ കൂടെ ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ത്രൂ ഔട്ട് ഒരു സിനിമയിൽ ലോകേഷ് ഒരു ഹീറോ ആയിട്ടൊന്നല്ല, ഒരു ക്യാരക്ടർ റോളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലോകേഷിലെ നടനെ നമുക്ക് വിലയിരുത്താൻ ഇപ്പോൾ പറ്റില്ല നമുക്ക്. അപ്പോൾ ഈ ഒരു സിനിമ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. നമുക്ക് ലോകേഷ് നമുക്കൊരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ അനിരുദ്ധാണ് ഇതിൻ്റെ മ്യൂസിക്. അപ്പോൾ അനിരുദ്ധ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത എന്താ പറയുക തമാശ രൂപേണ പറയും, കൊടുത്ത കാശിനെക്കാട്ടും ഇരട്ടി പണിയെടുക്കുന്ന ഒരാളാണ് അനിരുദ്ധ്. നമുക്കറിയാം അനിരുദ്ധിൻ്റെ ജയിലർ ആയിക്കോട്ടെ, കൂലി ആയിക്കോട്ടെ, വീക്കാണ് എന്ന് തോന്നുന്ന പല സീൻസിലോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലൊക്കെ എവിടെയെങ്കിലും കുറച്ച് വീക്കായാൽ അത് അനിരുദ്ധിൻ്റെ ഒരു മ്യൂസിക്കോട് കൂടി അപ്പാക്കുന്ന ഒരാളാണ് അനിരുദ്ധ്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ എന്താ നമുക്ക് നോക്കാം. പിന്നെ ലോകേഷിൻ്റെ മറ്റ് സിനിമകൾ അപ്ഡേറ്റ്സ് നമുക്കറിയില്ല. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ പല ചർച്ചകൾ, പല ഗോസിപ്സൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം കൈദി 2 ഭയങ്കര ബഡ്ജറ്റിലാണ്. കാരണം കൈദി അത്ര ഹൈപ്പിലാണ് വന്നത്. അപ്പോൾ കൈദി 2 നല്ല കുറച്ചും കൂടി ബഡ്ജറ്റാണ് ലോകേഷ് പറയുന്നത്. 200 കോടി ബഡ്ജറ്റ് ലോകേഷ് പറയുന്നു. ലോകേഷ് എൻ്റെ പ്രൊഡ്യൂസേഴ്സിന് ബഡ്ജറ്റ് ഇട്ട് കൊടുത്ത് 200 കോടിയാണ്. പിന്നെ ലോകേഷിന് നമുക്കറിയാം കൂലിക്ക് 50 കോടിയാണ് ലോകേഷിന് റെമ്യൂണറേഷൻ കിട്ടിയത്. അപ്പോൾ കൂലി റിലീസിന് മുമ്പാണ് കൈദി 2 പ്ലാൻ ചെയ്തത്. അപ്പോൾ 50 കോടി കൂലിക്ക് മേടിച്ചാൽ കൈദി 2 ലോകേഷ് 70 കോടി രൂപ ആവശ്യപ്പെട്ടു. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അത്രയൊന്നും കൊടുക്കാനില്ല, 10 കോടി തരാം അല്ലെങ്കിൽ 20 കോടി തരാം എന്നൊക്കെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു. അങ്ങനെ പല രീതിയിലൊക്കെ ചർച്ചകൾ വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ കാർത്തിയുടെയും കുറച്ച് കാലമായിട്ട് അത്ര നല്ല സമയമല്ല. അപ്പോൾ കൈദി കഴിഞ്ഞിട്ട് 1-2 സിനിമകളൊക്കെ കാർത്തിയുടെ വിജയിച്ചിട്ടെങ്കിലും ജപ്പാൻ എന്ന് പറഞ്ഞൊരു സിനിമ പരാജയമായിരുന്നു. പിന്നെ കാർത്തി തൊട്ട് മുമ്പ് ചെയ്തൊരു സിനിമയുണ്ട്, ഞാൻ സിനിമയുടെ പേര് പറഞ്ഞു. അത് ഇവരുടെ തന്നെ നമ്മുടെ കങ്കുവയുടെയൊക്കെ തന്നെ കാർത്തിയുടെ കസിൻസ് അവർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സിനിമ റിലീസാവാതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാർത്തി പിന്നെ സർദാർ ഹിറ്റായിരുന്നു. സർദാർ 2 ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വേറെ സിനിമ കാർത്തിയുടെ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ആ ഒരു കാർത്തിയുടെയും ഒരു അവസ്ഥ അത്ര നല്ലതല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കൈദി 2 ഒന്ന് തള്ളിയിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ സർദാർ 2 ഒക്കെ ഒന്ന് ഹിറ്റായിട്ട് ഇറങ്ങി അത് ഹിറ്റായാൽ ചിലപ്പോൾ സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ലോകേഷ് അങ്ങനെ മാറിയിരിക്കേണ്ട ഒരാൾ ആളല്ല. നമുക്കറിയാം ലോകേഷിൻ്റെതായ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട്. ലോകേഷിൻ്റെതായ ഒരു രീതിയിൽ ലോകേഷ് സിനിമകൾ ചെയ്തതാണ്. പക്ഷേ ചിലത് പരാജയപ്പെടും, ചിലത് വിജയിക്കും, അങ്ങനെയുള്ളൂ. എന്നാലും ഇപ്പോൾ ലോകേഷ് ഒരു നടനായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയാൽ, ലോകേഷിനൊരു ഹീറോ ആയിട്ട് ചിലപ്പോൾ ലോകേഷിന് നല്ലൊരു സ്പേസ് കിട്ടി. ഇപ്പോൾ നമുക്ക് പ്രദീപ് രംഗനാഥൻ ഡയറക്ടറായിട്ടാണ് കോമാളിയിലൂടെ വന്നത്. അത് കഴിഞ്ഞിട്ട് ലവ് ടുഡേ എന്ന് പറഞ്ഞ സിനിമ അത്ര വലിയൊരു ഹൈപ്പിലൊന്നും അല്ല, ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ ചെയ്തു. അത് ഹിറ്റായി. അത് കഴിഞ്ഞ് ഡ്രാഗൺ ഹിറ്റായി. ഇപ്പോൾ ഡൂഡ് ഹിറ്റായി. അപ്പോൾ പ്രദീപ് രംഗനാഥും
ഒരു ഹീറോ ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയി. അപ്പോൾ ലോകേഷ് ഇനി അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആവൂ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒന്നും പറയാറായിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ന്യൂസ് കേട്ടിരുന്നു, വിനീത് ശ്രീനിവാസ് തന്നെ പറഞ്ഞിരുന്നു, വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ അതിൽ സെൽവ അല്ലല്ലോ അതിലൊരു തമിഴ് ക്യാരക്ടർ, അത് നമ്മുടെ സെൽവ എന്ന് പറഞ്ഞ ഹൃദയത്തിൽ സെൽവ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത കലേഷാണ് ആ ഒരു വേഷം ചെയ്തത്. അതിലേക്ക് ലോകേഷിനെ അന്ന് ട്രൈ ചെയ്തിരുന്നു. ലോകേഷ് പക്ഷെ അന്ന് വേറെ സിനിമകളുടെ ഷൂട്ടും തിരക്കിലൊക്കെ ആയതുകൊണ്ട് കൂലിയുടെ തന്നെയാണെന്ന് തോന്നുന്നു, അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ലോകേഷിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് കലേഷിനെ റോളിൽ കിട്ടത്. അപ്പോൾ അന്ന് ലോകേഷ് ഓക്കെ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ലോകേഷ് ഒരു ക്യാരക്ടർ റോളിൽ നമ്മൾ മലയാളത്തിൽ തന്നെ കണ്ടേനെ. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഈ പറയുന്ന ഒരു സിനിമ DC എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ലോകേഷിനെ നടനായിട്ട് നിൽക്കൂ, അത് കഴിഞ്ഞ് വീണ്ടും സംവിധാനത്തിലേക്ക് വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം.